വളരെ വേദനയോടുകൂടി അഖിൽ മാരാർ നമ്മളോട് ഒരു കാര്യം പറയുകയാണ് കൂട്ടരെ, നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. പറയ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും സിനിമാ രംഗത്തുള്ളവരും നാടൊന്നടങ്കം ഒരുമിച്ച് ഇറങ്ങി ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ കുട്ടികൾക്കിടയിൽ പടരുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടും അവരുണ്ടാക്കുന്ന അക്രമങ്ങളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പല കാരണങ്ങളുണ്ട്. അതാ ഞാൻ കാരണങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലരെയും പഴിച്ചാൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറയാം, കൃത്യമായി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെയും കുറ്റം പറയാം, ഒക്കെ പറയാം. പക്ഷേ ഈ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നതോടൊപ്പം തന്നെ മാർഗ്ഗങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടാവണം. അതിനേക്കാൾ ഉപരി ഇത് പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും വലിയ അപകടങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നുള്ളതിൻ്റെയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെ നാട്ടിൽ ഈ ഇടത് ലിബറൽ വാദികളും അതുപോലെ തന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ രാജ്യദ്രോഹികളെയും തീവ്രവാദികളെയും വളർത്തുന്ന കേരളത്തിലെ മനോഭാവം, ഇതൊരു രാജ്യദ്രോഹികളെയും തീവ്രവാദികളെയും വളർത്തുന്ന ഇടത് ലിബറൽ പാർട്ടികൾ പ്രശ്നം. എൻ്റെ ഒരു അറിവില് ഇവിടെ പാർട്ടികൾക്ക് ഉള്ള ഒരു കമ്മിറ്റി ഓഫീസ് എത്രയാണെന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ തുലോം തുച്ഛമാണ്. ഏത് ശാഖകളെക്കാൾ ശാഖകളാണ് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ. റെക്കോർഡാണ് നമ്പേഴ്സ് ഓഫ് ശാഖകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കേരളമാണ്. പുള്ളി പറയുന്ന തീവ്രവാദികളും രാജ്യദ്രോഹികളും കൂടുതലുള്ളതും കേരളത്തിലാണ്. അപ്പം മാച്ച് ആവുന്നുണ്ട്. സംഘികളാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ. രാജ്യദ്രോഹികളായ ബലാത്സംഘികളുടെ ശാഖകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. അവൻ പറഞ്ഞത് പോയിന്റാ. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയുടെ യഥാർത്ഥ അപകടം നമുക്ക് മനസ്സിലാവും. 15,000 കോടി ഡ്രഗ്സ് സീസ്ഡ് ഫ്രം ഷിപ്പ് ഓഫ് കേരള ഗോസ് ഇൻ റെക്കോർഡ് ഹാൾ. 2023 വാർത്ത എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥ അറിയാം. 2 കൊല്ലം മുമ്പുള്ള പൊട്ട വാർത്ത എടുത്തോണ്ട് വരാതെ അതിനുശേഷമുള്ള കുറേയധികം വാർത്തകൾ ഞാൻ ഇവിടെ ചേർത്ത് വെക്കാം. ഈ വാർത്തകളൊക്കെ നീ ഒന്ന് കണ്ടു നോക്കുക. ഈ വാർത്തകളിലൊക്കെ എന്താണ് പറയുന്നത്? ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ വന്ന ഷിപ്പുകളെ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നീ ഒന്നും കണ്ടില്ല, ഇവിടുത്തത് മാത്രമേ നീ കണ്ടോളെന്നാ പറയുന്നത്. ഒന്നും പറയാനില്ല, നീ തന്നെ വായ്ത്താളടിക്ക് കേൾക്കാം. ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് വലിയ വശമില്ല, നിങ്ങൾ കേട്ടോളൂ. പാകിസ്ഥാനിൽ നിന്ന് വന്ന 2500 കിലോഗ്രാം എമ്മെന്ന് പുതിയ തലമുറ വിശേഷിപ്പിക്കുന്ന ഇതിനെ പറ്റിയിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടാലോ? കേൾക്കാം. ഗുജറാത്ത് സമുദ്രാതിർത്തിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 350 കോടി രൂപ വിലമതിക്കുന്ന 50 കിലോ ഹെറോയിനുമായി പാക് ബോട്ട് പിടിച്ചെടുത്തു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ബോട്ട് പിടിച്ചെടുത്തത്. അൽസക്കർ എന്ന പാക് ബോട്ടിലുണ്ടായിരുന്ന 6 ജീവനക്കാരെയും പിടികൂടി. 1 മാസത്തിനുള്ളിൽ രാജ്യാന്തര സമുദ്രാതിർത്തിക്ക് സമീപം നടക്കുന്ന 2ാമത്തെ ലഹരി മരുന്ന് വേട്ടയാണിത്. 1 വർഷത്തിനിടെ ATSഉം കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തുന്ന 6ാമത്തെ ഓപ്പറേഷനാണ്. ഇത് 2023 ഇതിനോടനുബന്ധിച്ച് വന്ന ഒരു വാർത്തയാണ്. ഇനി ഒരു 10 മാസം മുമ്പേ നടന്ന വേറൊരു വാർത്തയുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടാലോ? കേൾക്കാം. ഗുജറാത്തിലും രാജസ്ഥാനിലും വൻ ലഹരി വേട്ട. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ നിരോധിത മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ തകർത്തു. 300 കോടി വിലമതിക്കുന്ന അത്യാധുനിക ലഹരി മരുന്നുകളാണ് ഓപ്പറേഷനിൽ പിടിച്ചെടുത്തത്. ആളുകളെ നീണ്ട സമയം സജീവമായി നിലനിർത്തുന്ന ഉന്മേഷദായിനി എന്നറിയപ്പെടുന്ന മെഫഡ്രോൺ നിർമ്മാണശാലകളാണ് ATSന്റെയും NCBയുടെയും ആസൂത്രിത നീക്കത്തിൽ തകർത്തത്. ഊർജ്ജദായിനി എന്നും മ്യാവു മ്യാവു എന്നും അറിയപ്പെടുന്ന അത്യന്താധുനിക ഉത്തേജക മരുന്നാണ് മെഫഡ്രോൺ. അനധികൃതമായി ലാബ് നടത്തിയ 7 പേരെ അറസ്റ്റ് ചെയ്തു. 3 മാസത്തെ തീവ്രമായ ആസൂത്രണത്തിനും ഗവേഷണത്തിനും ശേഷമായിരുന്നു ഓപ്പറേഷൻ പ്രയോഗശാല 1. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും ഭൂഗർഭ നിരീക്ഷണത്തിലൂടെയുമാണ് ലാബുകൾ കൃത്യമായി കണ്ടെത്തിയതെന്ന് NCB ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ജ്ഞാനേശ്വർ സിംഗ് പറഞ്ഞു. രഹസ്യ വിവരത്തെ തുടർന്ന് ഓപ്പറേഷനായി പ്രത്യേക സംഘം രൂപീകരിക്കുകയായിരുന്നു. 3 ലാബുകളിൽ നിന്നായി 149 കിലോ മെഫഡ്രോണും 50 കിലോ എഫിഡ്രിനും 200 ലിറ്റർ അസറ്റോണുമാണ് പിടിച്ചെടുത്തത്. വിപണിയിൽ 300 കോടി മൂല്യം വരും. രാസവസ്തുക്കളുടെ ഉറവിടവും രാജ്യാന്തര വിതരണ ശൃംഖലയും ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അഹമ്മദാബാദ് സ്വദേശിയായ മനോഹർലാൽ ഇനാനിയും രാജസ്ഥാനിലുള്ള കുൽദീപ് സിംഗ് രജ്പുരോഹിതും ചേർന്ന് മെഫഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിച്ചെന്ന സൂചനയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. രാജസ്ഥാനിലെ ഒരു വ്യാവസായിക യൂണിറ്റിൽ മെഫഡ്രോൺ നിർമ്മാണം നടത്തിയതിന് ഇനാനി 2015 7 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചിരുന്നു. കേൾക്കുന്നല്ലോ. ഇനി നമുക്ക് അഖിൽ മാരാരുടെ വായ്ത്താളത്തിലേക്ക് പോകാം. കേൾക്കാം. അവരുണ്ടാക്കുന്ന അക്രമങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. പല കാരണങ്ങളുണ്ട്. അതാ ഞാൻ കാരണങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലരെയും പഴിചാരാം. വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറയാം, കൃത്യമായി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെയും കുറ്റം പറയാം, ഒക്കെ പറയാം. പക്ഷേ ഈ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നതിനോടൊപ്പം തന്നെ മാർഗങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടാവണം. അതിനേക്കാൾ ഉപരി ഇത് പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും വലിയ അപകടങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നുള്ളതിൻ്റെയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെ നാട്ടിൽ ഈ ഇടത് ലിബറൽ വാദികളും അതുപോലെ തന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടുത്തെ രാജ്യദ്രോഹികളെയും തീവ്രവാദികളെയും വളർത്തുന്ന കേരളത്തിലെ മനോഭാവം, ഇതൊരു വലിയ അപകടകരമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനൊരു പഴയ വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം.
ഈ വാർത്ത വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ യഥാർത്ഥ അപകടം നമുക്ക് മനസ്സിലാവുന്നത്. $15,000 കോടി ഡ്രഗ്സ് സീസ്ഡ് ഫ്രം ഷിപ്പ് ഓഫ് കേരള കോസ്റ്റ് ഇൻ റെക്കോർഡ് ഹാൾ. കൊച്ചി, in what may be the largest ever drug haul in the country, the Narcotics Control Bureau, in a joint operation with the Indian Navy, seized around 2,500 kg of high-grade methamphetamine worth Rs 15,000 crore from a mothership passing through the Arabian Sea of Kerala coast. ഇതിന്റെ ഡീറ്റെയിൽ വാർത്ത നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, യൂട്യൂബിൽ കിട്ടും. പാകിസ്ഥാനിൽ നിന്ന് വന്ന 2,500 കിലോഗ്രാം എന്ന് പുതിയ തലമുറ വിശേഷിപ്പിക്കുന്ന മെത്താഫെറ്റമിൻ അല്ലെങ്കിൽ MDMA ഉൾപ്പെടുന്ന രാസലഹരികൾ 2,500 കിലോഗ്രാം 2023 ഏകദേശം 15,000 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നുകൾ ഇന്ത്യയിലെ മറ്റൊരു പ്രദേശത്ത് നിന്നുമല്ല ഇന്ത്യൻ നേവിയും NCBയും കൂടെ ചേർന്ന് പിടിച്ചത്, കൊച്ചിയുടെ തീരത്ത് നിന്നാണ്. എക്സാക്ട്ലി, കൊച്ചിയിൽ നിന്ന് പിടിച്ചു 2023. പുള്ളി ആ ന്യൂസ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഏതോ വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന സംഗതിയെ എടുത്തു വെച്ചിട്ട് താൻ ഭയങ്കര GK ഉള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കൊണ്ട് വന്നതാണ്. പക്ഷെ ചീറ്റിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതിന് ശേഷം വന്ന ഒരു വാർത്തകളും പുള്ളി ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഗുജറാത്തിനെ എന്ന് പറയണ്ട, പുള്ളി പറയുന്നതിലേക്ക് പോകാം. പുള്ളി പറയുന്ന സീരിയസ് കാര്യം അതിനകത്ത് കേൾക്കാം. എന്തുകൊണ്ടായിരിക്കും ഇത് കേരളത്തിലേക്ക് വരുന്നത്? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പണ്ട് കാശ്മീർ വഴിയുള്ള ഓപ്പറേഷൻ പാകിസ്ഥാൻ നടത്തിയിരുന്നു. BJPയുടെ നേരെ കാശ്മീർ. ഇന്ന് കാശ്മീരിനെ ഒരുപാട് സ്വതന്ത്രമാക്കിയിരിക്കുന്നു, ഒരുപാട് മുക്തമാക്കിയിരിക്കുന്നത് കാശ്മീരിൽ പോയിട്ടുള്ളവർക്കും BJPയെ എതിർത്ത് സംസാരിക്കുന്നവർക്കും പോലും യാഥാർത്ഥ്യപരമായി ചിന്തിച്ചറിയാം. അത് ശരിയാണ്. അവന് തന്നെ ഒരു ഉറപ്പില്ല, അതുകൊണ്ടാണ് അത് അവിടെ പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ശരിയാ. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരുപാട് നിയന്ത്രിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ കഴിയുന്നുണ്ട്. ഇവിടെ ഇന്ന് ഇന്ത്യയിലെ തന്നെ തീവ്രവാദികളുടെ ഒരു ഹബ്ബായിട്ട് തീവ്രവാദികൾ കാണുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കുന്നത് കേരളത്തിലെ ഈ ഇടതു ബുദ്ധിജീവികളും ഇവിടുത്തെ മാധ്യമങ്ങളും. അതാണ് ഞാൻ പറയുന്നത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ എടുത്തോ, BJP രാഷ്ട്രീയപരമായിട്ട് ഇരിക്കും നിൽക്കുന്ന സന്തോഷമേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ആയിരിക്കണം. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ നശിപ്പിക്കും വിധം, ഈ രാജ്യത്തിൽ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കും വിധം, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കും വിധം, ഈ രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകളെ നശിപ്പിക്കും വിധം, കേവലം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ രാജ്യദ്രോഹികളാണ്. തമാശയായിട്ട് നമ്മൾ പറയും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണുന്ന സമയത്ത് പാകിസ്ഥാൻ പിന്തുണ കൊടുത്താൽ എന്താ ഒരു കുഴപ്പമില്ല. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാം. എടാ, ഇത് നീ കണ്ണാടി നോക്കി തന്നെയാണ് പറയുന്നത് അല്ലേ? സത്യമാണടാ. രാജ്യദ്രോഹികൾക്കാണ് നിങ്ങൾ ഈ പിന്തുണ കൊടുക്കുന്നതെന്നുള്ള വസ്തുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാഖകൾ അധികമുള്ളത് കേരള സംസ്ഥാനത്താണ്. അപ്പൊ ഇത്രയധികം ശാഖകളുള്ള ഈ സംസ്ഥാനത്ത് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു മോശപ്പെട്ട അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാട്ടിലുള്ള മനുഷ്യരെ ഡ്രഗ് അഡിക്റ്റ് ആക്കുകയും ക്രിമിനൽസ് ആക്കുകയും ചെയ്യാനുള്ള കുൽസിത തന്ത്രമാണ് നടക്കുന്നത്. അവർക്ക് എന്തിനാ ഇപ്പൊ കേരളക്കാരെ ഇങ്ങനെ ആക്കേണ്ടെന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. സ്വാഭാവികം. കേരളം എന്ന് പറയുന്നത് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. മൊത്തം ഇന്ത്യയിൽ ഈ BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇലക്ഷനിൽ കേരളം മാത്രമാണ് ഇവരെ നെഗ്ലക്ട് ചെയ്തതും ഇവരെ അവോയ്ഡ് ചെയ്തതും. എന്ത് കാരണം കൊണ്ട് പറ്റിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി നിലനിൽക്കുന്നത് കേരളമാണ്. 100% ലിറ്ററസി എന്ന് പറഞ്ഞാൽ അത് 100% ആണ്. ഫിനാൻഷ്യലി സൗണ്ടാണ്, ഹെൽത്ത് വൈസ് സൗണ്ടാണ്. ആകെ ടോട്ടൽ ഇവിടെ ഉള്ളവരെ പറ്റിക്കാൻ 10 വട്ടം ആലോചിക്കേണ്ടി വരും. ചെറിയ ക്രൈം പോലും ഈസി ആയിട്ട് പിടിക്കുന്നുണ്ട്. ഇനി അതിനെക്കാട്ടി വലിയ ക്രൈമിനെ അവർ ഓടിച്ചിട്ട് പിടിക്കും. ഇവിടെ റിപ്പോർട്ടുകൾ കൂടുതൽ വരുന്നു എന്നതിനർത്ഥം ഇവിടെ ക്രൈം നടക്കുന്നു, കണ്ടിന്യൂസ്ലി നടക്കുന്നു എന്നതിനേക്കാൾ ഇവിടുത്തെ ക്രൈമുകൾ പിടിക്കപ്പെടുന്നുണ്ട് എന്നും ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു ഭാഗം അതിനകത്തുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെയുള്ള മനുഷ്യരെ ഇങ്ങനെ മോശപ്പെടുത്തേണ്ട ആവശ്യം ആർക്കാണ്? ഗുജറാത്തിൽ നിന്ന് നമ്മുടെ രാജ്യം ഭരിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുള്ള മാന്യന്മാർക്ക് തന്നെയാണ്. കാരണം അവരെ ഒരു കാരണവശാലും ഒരു വോട്ട് പോലും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടത്തില്ല. 26% കൂടി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ മുസ്ലിംസ്. അവരെ തീവ്രവാദികളെന്നും രാജ്യദ്രോഹികളാണെന്നും കുത്തിച്ചാർത്തി അവരെ ഒതുക്കാനുള്ള കുൽസിത ശ്രമത്തിന് കൂട്ടുനിൽക്കുന്ന ഇവൻ ശാഖയിലെ മെമ്പറാണെന്ന് തെളിയാൻ തക്കവണ്ണമുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ബാക്കി പാകിസ്ഥാനിൽ നിന്ന് വരുന്ന തീവ്രവാദ പ്രവർത്തനത്തെ നമുക്ക് സ്നേഹിക്കേണ്ടതില്ല. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ ഇടപെടലുകൾ ഇന്ന് കേരളം കേന്ദ്രീകരിച്ചാകുമ്പോൾ അത് നിസ്സാരമായി കണ്ട് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. ഇവിടെ സേവ് ലക്ഷദ്വീപ് പാകിസ്ഥാൻ എന്നിവൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇവന്മാരുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെ അതൊരു എനിമി കൺട്രി ആയിട്ട് പറയുന്നത്. ഒരു ചോദ്യം, പാകിസ്ഥാന് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് കേരളത്തിലാണ് ഈ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ളത്. അവരുടെ കമ്മ്യൂണിറ്റി അടിക്കാനായിട്ട് ഇങ്ങോട്ട് ആളെ പറഞ്ഞു വിടും. ഇവിടെ ഷിയ സുന്നി ബഹളമൊന്നും ഇല്ല. ഇനി ഇവിടെയോട്ട് വന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമോ? അവരിവിടെ ഉള്ളവരെ സ്ട്രെങ്തൻ ആക്കുകയല്ലേ സാധാരണ പതിവ്. ഇതേ സാധനം ഇവർ പറഞ്ഞു 500 രൂപയുടെ നോട്ടിന്റെ ബഹിഷ്കരണത്തിൽ. 500 രൂപ നോട്ട് ഞാൻ പിടിച്ചെടുക്കും, പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് കള്ളപ്പണം വന്നിട്ടുണ്ട്, ഞാൻ കയ്യോടെ പിടിക്കുന്നു. 1 രൂപ പോലും ബാലൻസ് ഇല്ലാതെ കംപ്ലീറ്റ് സാധനവും അവിടെ റിസർവ് ബാങ്കിൽ കയറി. എന്നിട്ടോ ആ തീരുമാനം ഏറ്റവും മോശപ്പെട്ട ഒരു തീരുമാനമാണെന്ന് തെളിയിച്ചിട്ട് പോലും ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു സോറി പോലും പറയാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പാകിസ്ഥാനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഇവിടെ ഉള്ളവരെ പാകിസ്ഥാനുമായിട്ട് ടൈപ്പ് ചെയ്തവർ പറഞ്ഞു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ?
ഇത് കോമൺ സെൻസ് ഉള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവും. പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാണ്. ഒരു മുസ്ലിം രാജ്യം മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു സംസ്ഥാനത്തെ അടിക്കാൻ നിൽക്കുമോ? അവർക്ക് അഥവാ അടിക്കണമെന്ന് തോന്നിയാൽ അവർ ഗുജറാത്തിനെയല്ലേ അടിക്കുകയുള്ളൂ. ഇനി അവർക്ക് വേറെ ആരെങ്കിലും ഉപദ്രവിക്കണമെന്ന് തോന്നിയാൽ അതിൽ ഹിന്ദു മെജോറിറ്റി ഉള്ളവരെ, അവർ ശത്രുക്കൾ ഹിന്ദുക്കളാണെന്നല്ല ഇവരുടെ വെപ്പ്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവരല്ലേ അവർ അടിക്കുള്ളൂ. അവർ ഇങ്ങോട്ട് നോക്കുമോ? ഒരിക്കലുമില്ല. ഇതിൽ തന്നെ ഈ ഒരു വാദം പട്ടേ പൊളിഞ്ഞു എന്നുള്ളതാണ്. പാകിസ്ഥാനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഒന്നും വരാതെ നോക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ. ഒരിക്കലും ഇവിടെ ഡ്രഗ് കൊണ്ടുവന്ന് ഇറക്കി ഇവിടെയുള്ള മനുഷ്യരെ ഡ്രഗ് അഡിക്റ്റ് ആക്കി ഏറ്റവും നന്നായി പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയായി നിൽക്കുന്ന ഇസ്ലാമിയരെ തന്നെ ടാർഗറ്റ് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അത് കള്ളത്തരമാണ്. ഇനി അടുത്ത അയാൾ പറയുന്നത് നേരെ ലക്ഷദ്വീപിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെയുണ്ട് ഇയാളുടെ കള്ളത്തരത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഒരു വലിയ ക്യാമ്പയിൻ ഒരു സമയത്ത് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സിനിമാ താരങ്ങളും സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരിൽ ആരെങ്കിലും കേരളത്തെ രക്ഷിക്കാനോ നമ്മുടെ തലമുറയെ രക്ഷിക്കാനോ വേണ്ടിയിട്ട് സേവ് കേരളം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടാൻ പറ്റുമോ? ആരിൽ നിന്ന് സേവ് കേരളം? തീവ്രവാദികളിൽ നിന്ന് നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്ന്. ലക്ഷദ്വീപിൽ മെജോറിറ്റി ഉള്ളത് മുസ്ലിംസ് തന്നെയാണ്. അവിടെ പോലീസ് സ്റ്റേഷൻ പോലും നിഷ്ക്രിയമാണ്. കാരണം അവിടെ ക്രൈം വളരെ കുറവായിരുന്നു. അപ്പോൾ ഇസ്ലാമിയർ എന്താണെന്ന് ആ ഒരൊറ്റ സംഗതിയിൽ തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് കുറെ എണ്ണം അങ്ങോട്ട് തള്ളിക്കേറി അവിടെ വേറെന്തോ സംഘടിപ്പിക്കാനായിട്ട് തള്ളിക്കേറി അവിടെയുള്ള മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സേവ് ലക്ഷദ്വീപ് എന്നൊരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കേണ്ട ഗതികേട് വന്നത്. അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് അവിടുത്തെ റിപ്പോർട്ടുകളും അവിടുത്തെ റെക്കോർഡ്സുകളും പറയുന്നുണ്ട്. ഇസ്ലാമിയരെ കുറ്റപ്പെടുത്തുന്ന ഇവർക്ക് ഏറ്റവും തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റുന്നത് ലക്ഷദ്വീപിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ലക്ഷദ്വീപിലെ ഇസ്ലാമിയർ എന്താണ്? അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പോലും ആക്റ്റീവ് അല്ല. അതിന്റെ ആവശ്യമില്ല. അവിടെ അങ്ങനെ ഒരു ക്രൈം സീൻ ഇല്ല. കൊലപാതകങ്ങളോ ആളെ കുത്തലോ അല്ലെങ്കിൽ വേറെ ഡ്രഗ് മാഫിയയോ വ്യഭിചാരം ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇസ്ലാമിക രാജ്യം എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് നോക്കി വെച്ചാൽ മതി. സംസ്ഥാനമാണ്, അതൊരു രാജ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതൊരു വേർഡിൽ വന്നതാണ്. പക്ഷേ ഇസ്ലാമിയർ എന്താണെന്ന് കാണണമെങ്കിൽ അത് അങ്ങോട്ട് നോക്കണം എന്നുള്ളതാണ് കറക്റ്റ്. അപ്പൊ ഏകദേശം കൃത്യം മനസ്സിലായില്ലേ ഇവൻ പറയുന്നതിന്റെ ആ ഒരു വൈരുദ്ധ്യം പിടികിട്ടുക. ശാഖയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം അച്ചസഡ് ചിന്താശേഷി ഇല്ലാതെ ഇരുന്നു കൊണ്ട് വന്നിരുന്ന് വായ്ത്താളം അടിക്കുകയാണ് കൊരങ്ങൻ. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴികാരികയല്ല, നമ്മളെല്ലാവരും ഒന്നിച്ച് ഇറങ്ങേണ്ട സമയമായി എന്നതിനെ ഓർമ്മപ്പെടുത്തുന്നത് ഭീകരമാവിധം കുട്ടികളുടെ ഉള്ളിലേക്ക് ഈ രാസലഹരികൾ കടന്നു വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീവ്രവാദികളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുകയും കേരളത്തിലെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഇവരെന്ത് ചെയ്താലും അയ്യോ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് എന്ന പേരും പറഞ്ഞ് 99.9% ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുസൽമാന്മാരുടെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമൂഹത്തിന്റെ പിന്തുണയുടെ പുറത്ത് അല്ലെങ്കിൽ ഈ ഒരു സമൂഹം നൽകുന്ന വോട്ട് വലിയ രീതിയിൽ വലുതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് തീവ്രവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗങ്ങളുടെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം. പ്രിയപ്പെട്ട MP രാജേഷ്, താങ്കളാണ് എക്സൈസ് മന്ത്രി. പണ്ട് കാലത്ത് നമ്മുടെ ആഭ്യന്തര നീ പറയുന്ന രീതിയിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കപ്പെടുകയും അതിനെതിരെ ആക്ഷൻ എടുക്കപ്പെടുകയും ചെയ്യും. ഇനിയും നിനക്കൊന്നും നാണമില്ലടാ ഇസ്ലാമിനെ പ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നിനക്കൊക്കെ രാഷ്ട്രീയം പറയാൻ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇല്ലാത്തൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ഇസ്ലാമിയരാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുകയാണ് ചെയ്തത്. എടാ എല്ലാ മസ്ജിദുകളിലും ലിംഗം അന്വേഷിക്കുന്ന ആ ഒരു ക്രൂര സംഗതിയെ പറ്റി നിനക്ക് വായി തുറക്കാൻ വയ്യേ? അതിനെപ്പറ്റി നിനക്കൊന്നും പറയാനില്ലേ? ആരാണ് രാജ്യദ്രോഹികൾ? രാജ്യത്തെ സമാധാനം നശിപ്പിക്കുന്നവൻ ആരോ അവൻ തന്നെയാണ് രാജ്യദ്രോഹി. രാജ്യത്തിനെ ഒറ്റുകൊടുക്കുന്നവൻ ആരോ അവൻ തന്നെയാണ് രാജ്യദ്രോഹി. അങ്ങനെയാണെങ്കിൽ രാജ്യദ്രോഹികൾ സംഘികൾ തന്നെയാണ്. സംഘികൾക്കാണ് ഈ അനാവശ്യമായ മതചിന്തയുള്ളത്. തീവ്രമായ വാദമുള്ളവൻ തീവ്രവാദി. ആ തീവ്രവാദമുള്ളത് ഹിന്ദു മതവിശ്വാസത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന സംഘിവാദികളാണ്. നിങ്ങളാണ് ഇവിടുത്തെ രാജ്യദ്രോഹികൾ, നിങ്ങളാണ് ഇവിടുത്തെ തീവ്രവാദികൾ. നിങ്ങളത് വേറൊരാളെ തലയിൽ കെട്ടിവെക്കുന്ന എന്തിനാ? ഇസ്ലാമിയർ നല്ലവരാണ്, അവർ നല്ലൊരു വിഭാഗമാണ്. പക്ഷെ അവരെ കാണിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് എന്തിനാടാ ഈ വായ്ത്താളം അടിക്കണം? നാണം ഉണ്ടാവാ നിനക്കൊക്കെ? നാണം, ഒരു അല്പം ഉളുപ്പ്, ലേശം ഉളുപ്പ്. ഇനി റിക്കാർഡുകളിലേക്ക് വരാം. എവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് വേട്ട നടക്കപ്പെട്ടിട്ടുള്ളത്? ഏറ്റവും പിടിക്കുന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ റീസെന്റ് വന്ന ലേറ്റസ്റ്റ് ന്യൂസ് എറണാകുളം ബേസ് ചെയ്താണെന്ന് പറയുന്നുണ്ട്. ഇത്രയധികം റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് എറണാകുളത്താണ്. അതിന്റെ ഡീലിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എറണാകുളത്താണ്. കോഴിക്കോട് സിറ്റി പറയുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ കോഴിക്കോടിനേക്കാൾ എറണാകുളത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഡ്രഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന തൃശ്ശൂരാണ്. തൃശ്ശൂർ ആരാ ജയിച്ചേ? സുരേഷ് ഗോപി. സംഘികൾ കൂടുതൽ പാർക്കുന്ന സ്ഥലം ഏതാണ്?
തൃശ്ശൂരാണ് അവിടുത്തെ ഏറ്റവും കൂടുതലുള്ള മുസ്ലിം ജനസംഖ്യയുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. 58% മുകളിലുണ്ട് അവിടെ ഹിന്ദു മതവിശ്വാസികൾ. ശതമാനത്തിൽ എത്ര ശതമാനം മുസ്ലിംസ് ഉണ്ട്? ഏറ്റവും കൂടുതൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലാണ്, ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രേഖയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശതമാനത്തിൽ നിൽക്കുന്ന ആരാണ് അവിടുത്തെ ക്രൈം ചെയ്യുന്നത്? സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ ഈ ക്രൈം റേഷ്യോ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ കാര്യമായിരുന്നാലും ശരി തന്നെ, ജില്ലകളുടെ കാര്യമായിരുന്നാലും ശരി തന്നെ, സംഘികൾ തിങ്ങി പാർക്കുന്നിടത്താണ് ഈ ക്രൈം വരുന്നത്. കഴിഞ്ഞ കുറെ മർഡറുകൾ എടുക്കുക, കഴിഞ്ഞ കുറെ പ്രശ്നങ്ങൾ എടുക്കുക, എവിടെയാണ് ഡ്രഗിന്റെ സാന്നിധ്യം കൂടുതൽ ഉണ്ടായിരുന്നത്? ഏത് വിഭാഗത്തിന്റെ അടുത്താണ് ഡ്രഗിന്റെ സാന്നിധ്യം കൂടുതൽ ഉണ്ടായിരുന്നത്? ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇല്ലാത്ത ഒരു കേസ് പറഞ്ഞ്, ഇല്ലാത്ത ഒരു പ്രശ്നം പറഞ്ഞ് ഇസ്ലാമിയർ എത്ര ഒതുങ്ങിപ്പോയാലും അവരുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങുന്ന ഒരു പ്രത്യേകതരം ജന്തുവർഗമാണ് ഇത്. ഇതേപോലെ ഒരുത്തനുണ്ട് നിങ്ങൾക്ക് കൂടെ നടക്കുന്ന ഒരുത്തൻ, ഇതേ സെയിം സാധനം നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മതത്തിന്റെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് വരുന്ന വെറും നികൃഷ്ട ജന്തുക്കളാണ്. ഒന്ന് ഈ മാരാര്, ഇനി വേറൊരുത്തനുണ്ട് മണ്ടറുടെ അനന്തരവൻ. ഈ 2 ടീമുകളും നല്ല സംഖ്യകളാണ്. ഉള്ളിലെ സംഖ്യസം വെച്ചുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ പണത്തിന് നിങ്ങളെ തന്നെ അടിക്കാൻ നിൽക്കുന്നവന്മാരാണ് ഇവന്മാർ. ഇവനെ കൊണ്ടുപോയി മന്തിയും മന്ദവും കുന്തവും ഒക്കെ അണ്ണാക്കിൽ കുത്തിത്തിരുക്കി കൊടുത്തതിന്റെ നന്ദിയാണ് ഇപ്പൊ ഇരുന്നു കൊണ്ട് അവൻ നിങ്ങളെ വിളിക്കുന്ന തീവ്രവാദി എന്നും രാജ്യദ്രോഹികളെന്നും. എടാ, രാജ്യദ്രോഹികൾ ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ ഇന്ത്യയിൽ. ആകെ മൊത്തമുള്ളത് 2 ജന്തുക്കൾ വിൽക്കുന്നു, 2 ജന്തുക്കൾ വാങ്ങിക്കുന്ന ആ ഒരു വിഭാഗത്തിലുള്ള അത്രയും വൃത്തികെട്ട രാഷ്ട്രീയമുള്ള ആ സംഘി വെറും ഷൂനക്കികളാണ് രാജ്യദ്രോഹികൾ. വേറെ ആരുമില്ല, വേറെ ആർക്കും അപ്രാന്തില്ല. രാജ്യത്തെ പൗരന്മാരെ തല്ലണം, കൊല്ലണം, ഒതുക്കണം, ഇത് ഞങ്ങളുടെ രാജ്യം, ഇത് ഞങ്ങളുടെ സാമാനം എന്ന് രാജ്യത്തെ പൗരന്മാരെ പോലും അപരവൽക്കരിക്കാൻ ഇട്ടുകൊടുക്കുന്ന വൃത്തികെട്ട സമുദായം എന്ന് പറയുന്നത് നീ പറയുന്ന സംഘി സമുദായമാണ്. അതൊരു വൃത്തികെട്ട രീതിയാണ്. ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ഉള്ളിൽ പോലും നല്ലവരായ ഹിന്ദു, നിന്റെ അതേ ലാംഗ്വേജ്, നല്ലവരായ ഹിന്ദുക്കളുടെ ബ്രെയിനിലേക്ക് പോലും അനാവശ്യമായ മതസ്പർദ്ധത ഇട്ടുകൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ സ്വസ്ഥത നശിപ്പിക്കാൻ നിന്നെയൊക്കെ പോലുള്ള തീവ്രവാദികൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നിന്നെ ഈ ഷിറ്റിന്റെ വാല്യൂ പോലും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇവിടെ ഇതിനോട് അനുബന്ധിച്ച് ഇവിടെ വെച്ചിരിക്കുന്ന സർവത്ര സാധനങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. 2023 ഒരു റിപ്പോർട്ടും കൊണ്ടുവന്ന ഇവനോട് 2024 നടന്ന റിപ്പോർട്ടാണ് ഞാൻ മുൻപോട്ട് വയ്ക്കുന്നത്. 3 മാസം മുമ്പുള്ള കാര്യമാണ്. 3 മാസം മുമ്പ് ഉള്ള ഇൻഫർമേഷൻ മുൻപോട്ട് വയ്ക്കുന്നു. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇറക്കുമതി നടന്നിട്ടുള്ളത്, ഈ വേട്ട എവിടെയാണ് നടന്നിട്ടുള്ളത്. ഇതിന് ഒരു പടി കൂടെ മാനുഫാക്ചറിങ് നടക്കുന്നതും ഗുജറാത്തിലാണ്. ഇത് പിന്നെ കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെജ്രിവാളിന് നമ്മൾ പുല്ല് വില കൊടുത്തു. എവിടുന്നാണ് ഇത് വരുന്നത്? ഏറ്റവും കൂടുതൽ കെടുകാര്യസ്ഥതയുള്ള 2 വ്യക്തികൾ ആരാണ്? ഒന്ന് അമിട്ട്, 2 മോങ്ങി. ഈ 2 പേരും ഭരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ആ രാജ്യത്ത് ഇവർ ബിലോങ്സ് ടു ഗുജറാത്താണ്. ആ ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലിംഗ് നടക്കുന്നത്, ഡ്രഗ്സ് ഉണ്ടാക്കുന്നത്, ഡ്രഗിന്റെ എല്ലാ ഇതും നടക്കുന്നത് അവിടെയാണ്. അതേപോലെ കേരളത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശതമാനത്തിൽ ഈ ഹിന്ദു മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അത്. അവിടെ വളരെ തുച്ഛമാണ് മുസ്ലിംസ്. ഹിന്ദുക്കൾ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, വളരെ ശതമാനം കുറവാണത്. അപ്പോൾ ആ ബാഹുല്യം വെച്ച് തന്നെ യൂസ് യുവർ ബ്രെയിൻ, നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തുകൊണ്ട് അത്രയും റിപ്പോർട്ട്സ് വരുന്നു എന്നുള്ളത്. ഇനി ഈ ശതമാനത്തിൽ ചെറിയ ഈ ശതമാനക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിലും വരും. അല്ല, റിപ്പോർട്ടുകൾ എടുത്തു നോക്കുക, കൃത്യമാണ് ആരാണ് ചെയ്യുന്നത്. ശാഖകൾ തോറും ഇവർ നടത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. ഇവിടെ ഉള്ള ഒരു ശാഖയും നിലനിൽക്കാൻ അനുവദിച്ചുകൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനവും തീവ്രവാദ പ്രവർത്തനവും നടത്തുന്നത്. ഇവിടുത്തെ തന്നെ പൗരന്മാരാണ് മറ്റു മതവിഭാഗക്കാർ. മതേതര രാജ്യമായ നമ്മുടെ രാജ്യത്തെ മറ്റു മതസ്ഥരെ കൊന്നുകളയാനും അവരെ ഇവിടെ നാട്ടിൽ നിന്ന് പായിക്കണമെന്നും ചിന്തിക്കുന്നതിനെയാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത്. അത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ശാഖകളെ പൂട്ടുന്നതിന് പകരം നീ ചുമ്മാ അടങ്ങുന്ന മനുഷ്യരുടെ തലയിൽ കയറുന്ന, കാശ്മീരിലോട്ട് പോകുന്നു, മറ്റേ ലക്ഷദ്വീപിലോട്ട് പോകുന്നു, അതൊക്കെ തെളിവുകളാണ്. എന്താണ് അവിടെയൊക്കെ നടക്കണെന്നുള്ള തെളിവുകളാണ്. ഇരകളെ കാണിച്ച് വേട്ടക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരായ ഇരകളായി നിന്നുകൊണ്ട് നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെയാണ് ചതിക്കുന്നത്. ആദ്യം ഇതില്ലാതാക്കേണ്ട ഉത്തരവാദിത്തം മോദിക്കും അമിട്ടിനുമാണ്. സ്വന്തം സംസ്ഥാനത്ത് പോകാൻ പറ, അവിടുത്തെ പ്രശ്നം തീർക്കുക. ഇവിടെ അത്രയും വലിയ പ്രോബ്ലം ഒന്നുമില്ല.
ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അത് ഉണ്ടെങ്കിൽ പോലും ശാഖകൾ പൂട്ടിയാൽ മാത്രം തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. മുസ്ലിം കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഡ്രഗ് ഡീൽ ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, അവരെ ഈ വിഷം കുത്തിക്കേറ്റിച്ച് അവരെ കൊണ്ട് ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുപ്പിച്ച് കൂടുതൽ ആൾക്കാരെ ക്രൈമിലേക്ക് ഇൻവോൾവ് ചെയ്ത് ഇസ്ലാമിയരെല്ലാം ക്രിമിനൽ ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ശാഖയിൽ തോറും നടത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പാഠത്തിന്റെ നേർ വെളിപാടാണ് ഈ ഡാഷ് മോൻ നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. ഈ വൃത്തികെട്ടവൻ പറഞ്ഞത് ശാഖയിൽ വന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന സാധനമാണ്. ഒരു പഠനവോ യാതൊരു അപഗ്രഥനവോ നടത്താതെ മണ്ടത്തരം വിളിച്ചു പറയുന്ന ഇവൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തുറന്നു വെച്ചു എന്നതിനപ്പുറം ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവനെയൊക്കെ സൽക്കരിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തി മന്തിയും കുന്തിയും കൊടുക്കുമ്പോൾ ഓർത്തോ, ഇവന്റെ കണ്ണ് മുഴുക്ക നിങ്ങളുടെ സ്വത്തിലാണ്. അടിച്ചു മാറ്റുക, നശിപ്പിക്കുക, നിങ്ങളുടെ സ്വത്തെടുത്തുകൊണ്ട് പോകുക. അവരൊറ്റ ഉദ്ദേശത്തിലാണ് വഖഫ് പോലുള്ള വിഷയങ്ങളിലും ഇടപെട്ട് അനാവശ്യമായി ഇസ്ലാമിയരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ ബഹളം നടത്തുന്നു. ഒരു കലാപം വന്നാൽ, ഗുജറാത്തിലെ പോലെ ഒരു വിഷയം ഇവിടെ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു. ഇവൻ രക്ഷപ്പെടുവോ, ഇവന്റെ കുടുംബം രക്ഷപ്പെടുവോ? ഇത്രയും മിക്സഡായി കിടക്കുന്ന ഈ കമ്മ്യൂണിറ്റികൾ തമ്മിൽ തല്ലിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തെന്ന് ആലോചിച്ച് നോക്കിക്കാം. കോളനി പോലെ താമസിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. മലപ്പുറത്തോട്ട് ചെന്ന് കയറുമെന്നാണ് പറയുന്നത്. മലപ്പുറമാണല്ലോ മെജോറിറ്റി മുസ്ലിംസ് ഉള്ളത്. ചെന്ന് കയറാൻ പറയുന്നു. കുഞ്ഞു കുട്ടികൾ വരെ എടുക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാണ് അർത്ഥം. മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മളവരെയും പ്രൊവോക്ക് ചെയ്യുന്നതോ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഇത് പറയുന്നത്. തീട്ടസംഖ്യയാണവൻ. ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ തീട്ടസംഖ്യയാണ്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി എന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട്. അവൻ തന്നെയാണത്. ഈ മുഴുവൻ നിങ്ങൾ പോയിരുന്ന് കേൾക്കുക. ഇതെടുത്ത് വെച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു 5 വട്ടം നിങ്ങൾ ഇവൻ്റെത് കേൾക്കുക. അവന് വ്യൂ പോയാലും കുഴപ്പമില്ല, നിങ്ങളിത് കേൾക്കുക. അവൻ പറഞ്ഞത് മുഴുക്ക അവനെ തന്നെയാണ്. അവൻ കണ്ണാടി നോക്കി പറയുന്ന സാധനം തന്നെയാണ്. തീവ്രവാദി എന്ന് അവനെ വിളിക്കുന്നു, രാജ്യദ്രോഹി എന്ന് അവനെ വിളിക്കുന്നു, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി എന്ന് അവൻ പറയുന്നു. അവൻ പറയുന്നത് മുഴുക്ക അവന്റെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാകും. ഫേസ് സൈക്കോളജി പഠിച്ച ഒരാളെ കൊണ്ട് അവൻ്റെ അടുത്ത് സംസാരിപ്പിച്ച് നോക്ക്. അവന്റെ ഉള്ളിലുള്ള ആ തീട്ട സംഗീതം പുറത്തേക്ക് വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.